ഹായ് ഫ്രണ്ട്സ്, സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പുതിയൊരു ഡിഷാണ് കേട്ടോ. ഇന്നൊരു സ്വീറ്റാണേ. ഞാൻ സ്വീറ്റ് ഉണ്ടാക്കിയിട്ടില്ലല്ലോ, അപ്പോൾ ഇന്നൊരു സ്വീറ്റാകാമെന്ന് വെച്ചു. അപ്പോൾ ക്യാരറ്റ് ഉണ്ടായിരുന്നു, അധികം ക്യാരറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 1 കിലോ ക്യാരറ്റ് എടുത്ത് കഴുകി വൃത്തിയാക്കി ഗ്രേറ്റ് ചെയ്ത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടു അതിനകത്തേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് ഒരു 1/2 ലിറ്റർ പാല്, 1 കിലോ ക്യാരറ്റിന് 1/2 ലിറ്റർ പാൽ. എൻ്റെ ഈ ഫ്രീസായിരുന്ന പാലായത് കാരണം കേട്ടോ വെള്ളം പോലെ തോന്നുന്നത്. ഞാൻ 1/2 ലിറ്റർ പാൽ ഒഴിച്ച് ഒരു 8 ഏലക്ക തൊണ്ട് കളഞ്ഞ് അതിൻ്റെ കുരു നന്നായിട്ട് പൊടിച്ച് അത് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മൂടി വെച്ചു വേവിച്ചു. 10 മിനിറ്റ് മൂടി വെച്ച് വേകുമ്പോൾ പകുതി വേവാകും അതിൻ്റെ. അത് കഴിഞ്ഞ് ആ പാലും വെള്ളമൊക്കെ ഏതാണ്ട് വറ്റി വരാനായിട്ടുണ്ട്. അതങ്ങനെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് അത് വറ്റി വരുന്ന നേരത്തിന് നമുക്കൊരു 1 കപ്പ് ഷുഗർ ഇടാം. എൻ്റെ കയ്യിൽ ഷുഗർ ക്യൂബ്സാണ്. ഞാനിപ്പോൾ ഷുഗറിന് പകരം ഷുഗർ ക്യൂബ്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് ഇടാം. അപ്പോൾ നമുക്ക് ഷുഗർ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലിടാം, കുറച്ച് വേണ്ടവർക്ക് കുറച്ചിടാം. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡ് ഒരു 4-5 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഞാൻ മിൽക്ക് മെയ്ഡല്ല ചേർക്കുന്നത്, മിൽക്ക് പൗഡർ ഒരല്പം വെള്ളത്തിൽ നേരിയ ചൂടുവെള്ളത്തിൽ കലക്കി അതാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ആ മിൽക്ക് മിക്സും ചേർത്തു. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി. ഇപ്പോൾ പകുതിയിൽ കൂടുതൽ വേവായി. അതിനകത്ത് വെള്ളമൊക്കെ വറ്റി, പാലും വെള്ളവും എല്ലാം വറ്റി അതിനകത്ത് പിടിച്ചു. നല്ല വെന്ത് സ്മെല്ല് വരാൻ തുടങ്ങി. ഇനി അതിങ്ങനെ ഇളക്കി നേരത്തിന് വെന്ത് വരണ നേരത്തിന് നമ്മൾ വേറൊരു ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു ചെറിയ കപ്പ് നെയ്യ് ഒഴിക്കുന്നത്. നല്ല നെയ്യ് എനിക്ക് ഇവിടെ കിട്ടൂല, നെയ്യ് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. നല്ല നെയ്യാണ്. ആ നെയ്യിലേക്ക് ഞാൻ ഒരു പിടി കശുവണ്ടി നുറുക്കിയതും ഒരു പിടി കിസ്മിസും. അത് കിസ്മിസ് ഇടുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണേ, അല്ലാതെ കരിഞ്ഞു പോകും. കശുവണ്ടി ഒരു ബ്രൗൺ നിറമാകുമ്പോഴേക്കും കിസ്മിസ് ഇട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് അതൊരു വേറൊരു പാത്രത്തിലോട്ട് ആദ്യം മാറ്റി വെക്കുന്നു. എന്നിട്ട് ആ ബാക്കി നെയ്യ് നമ്മൾ ഈ ക്യാരറ്റ് മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇനി ക്യാരറ്റ് ലാസ്റ്റ് പരുവത്തിലോട്ട് വരുവാണേ. ഇനി നെയ്യിൽ കിടന്നാണ് നമ്മുടെ ക്യാരറ്റ് മിക്സ് വേകാൻ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അത് വെള്ളവും നെയ്യും വെള്ളവും പാലൊക്കെ വറ്റി ഇനിയിപ്പോൾ ക്യാരറ്റ് നെയ്യിലേക്ക് കിടന്ന് മിക്സായി വരും. ആ നേരത്തിന് അരിയുന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങി. കണ്ടോ? അപ്പോൾ ക്യാരറ്റ് പാകമായി വരണം. കണ്ടോ? ക്യാരറ്റ് ഹൽവ നമ്മുടെ പാകമായിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ തുറന്ന് വെച്ച് തന്നെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം അത് അടിയിലൊന്നും പിടിക്കാതെ നോക്കണം. അപ്പോൾ അത് ക്യാരറ്റ് ഹൽവ പാകമായി. നമുക്ക് ഏതൊരു രീതിയിലും വേണേലും ഇത് എടുക്കാം. പിന്നെ ബാക്കി പകുതിയാണ് ആദ്യം നമ്മൾ കശുവണ്ടി ഇട്ടേ, ലാസ്റ്റേ പകുതി ഇടുകയുള്ളൂ. അതിപ്പോൾ കാണാൻ പറ്റും, ഇങ്ങനെ ഹൈലൈറ്റ് അതിൽ കിടക്കും. നമ്മൾ സെർവ് ചെയ്യുമ്പോഴൊക്കെ ഒരു ഭംഗിയുണ്ടാവും. കണ്ടോ? ക്യാരറ്റ് ഹൽവ റെഡിയായി. നമുക്കിഷ്ടമുള്ള പരുവത്തിൽ പാത്രത്തിലൊഴിച്ചോ എങ്ങനെ വേണേലും ഒക്കെ ഇട്ടിട്ട് വെട്ടിയോ ബർഫീൻ്റെ മോഡലിലൊക്കെ എടുക്കുക. അപ്പോൾ ഈ ചാനൽ കാണാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമാണെങ്കിൽ ഒന്ന് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഞാൻ പുതിയ ആളാണ്, അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. ഒരു ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി ഈ ഒരു പരുവത്തിലാണ് കേട്ടോ എടുത്തത്, ഈ ഒരു ഷേപ്പിലെടുത്തത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ എല്ലാവർക്കും ഷെയറൊക്കെ ചെയ്ത് കൊടുക്കണം. ഓക്കെ.